എന്നാ ജ്യോതി ഹസ്ബൻഡ് എത്തുന്നത്? മറ്റന്നാൾ. ആ, വീട്ടിലെ റിസപ്ഷനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. പക്ഷെ ടീച്ചറെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം അഞ്ജന ഏൽക്കണം. ഞാനത് ചെയ്തിരിക്കും പവി. ബാക്കിയെല്ലാം ഞാൻ അപ്പൊ പറയാം. വേണ്ട, ഒന്നും പറയാതെ തന്നെ പവിയുടെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നന്നായി പവി. പവിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ. ആ, എന്തായാലും എല്ലാം നേരത്തെ വേണം. ഡാഡിയുടെ കോൾ ഉണ്ടായിരുന്നു. എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ടെന്നാണ് സൂചന. അതിനു മുമ്പേ പവിയുടെ പ്ലാൻ നടക്കണം. ആ സന്തോഷം എനിക്ക് കൂടി ഒന്ന് കാണാലോ. എന്റെ വലിയൊരാഗ്രഹം അത്. അപ്പോ അഞ്ജന തിരിച്ചു വന്നതിനെ തീരുമാനിച്ചു അല്ലേ? അല്ലാതെ പിന്നെ ഞാനിവിടെ എന്ത് ചെയ്യാനാ? അഞ്ജന എന്താ? ഏയ് ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ വിരുന്നിന് പോക്കാ. കഴിച്ചു കഴിച്ചു വയ്യാണ്ടായി. ഫോർമാലിറ്റി അല്ല കേട്ടോ, ഇത്രയും സ്വാദായിട്ട് ഒരിടത്തൊന്നും കഴിച്ചിട്ടില്ല അല്ലേ? അതിരിക്കട്ടെ, ആദ്യ പ്രിപ്പറേഷൻ വേറെ ആരാ? ഞാനും മേനോൻ സാറും. തീർന്നില്ല. നിങ്ങൾക്കുള്ള ശിക്ഷ ഇനിയുണ്ട്. ഡെസേർട്ട് പവിയുടെ സ്വന്തം പ്രിപ്പറേഷനാ. ധൈര്യമുള്ള ആർക്കും റിസ്ക് എടുക്കാം. പേടിക്കണ്ട, 1 മണിക്കൂർ മുമ്പ് അഞ്ജനക്ക് കൊടുത്ത് പരീക്ഷിച്ച സാധനം അത്. കണ്ടില്ലേ പയറ് പോലെ നടക്കുന്നത്? ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഓ, ഈ മധുരത്തിന്റെ കൂടെ ഇത്തിരി അതിമധുരം കൂടി ആയാലോ? എന്ന് വെച്ചാ ഒരു പാട്ടാവാന്ന്. അതിനാരാ പാടുക? അതെന്തൊരു ചോദ്യം അത്? ദാ ഇരിക്കല്ലേ. ടീച്ചർ പ്ലീസ്. വേണ്ട കുട്ടി, ഞാനിപ്പോ പാടിയാ ശരിയാവില്ല. ടീച്ചർ പാടിയില്ലെങ്കിൽ സംഗതി കുഴപ്പാവും. ഞാൻ കേറി പാടുവേ. അയ്യോ വേണ്ട. ടീച്ചർ വേഗം തുടങ്ങിക്കോ. വേണ്ട കുട്ടി. എങ്കിൽ ഞാൻ പാടും. എങ്കിൽ അരക്കൈ നോക്ക് പവി. എത്ര ബോറാവെന്ന് നമുക്കൊന്നും അറിയാലോ. എങ്കിൽ ശരി, പാടിക്കളയാം. അസലായി. വല്ലാത്തൊരു നൊസ്റ്റാൾജിക് മൂഡ്. ഒരുപാട് വർഷം പുറകോട്ട് പോയ പോലെ. ഇനി ഞങ്ങൾ ഇരിക്കണില്ല. ഇപ്പൊ പുറപ്പെട്ടാലേ വെളുപ്പിനങ്ങ് എത്തൂ. രാവിലെ ജോയിൻ ചെയ്യാനുള്ളതാ. വല്ലപ്പോഴും ഇങ്ങോട്ടേക്ക് ഇറങ്ങാം. വല്ലപ്പോഴും അല്ല, ഈ വഴിക്ക് പോകുമ്പോഴൊക്കെ ഇവിടെ കയറും. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോവാലോ. തൃക്കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് വിളമ്പി തരണം. ശരി. ശരി. കല്യാണം നിശ്ചയിച്ച അന്ന് മുതൽ ലീവാണേ. അയ്യോ, ഒരുപാട് വർക്കായി പെൻഡിങ്ങില്. വർക്കില് മാത്രം ശ്രദ്ധിച്ചാ പോരാ, ഇനിയിപ്പോ വൈഫൊക്കെ ആയി. പാട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അല്ലേ? പഴയ കാര്യങ്ങളും ഒക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാനോ? അതൊക്കെ വീണ്ടും കുത്തിപ്പൊക്കിയത് ഞാനല്ലല്ലോ. ആണല്ലോ. ദേവി എന്നെ ഫോൺ വിളിച്ചപ്പോഴാണല്ലോ. ഞാനോ? എന്നെയല്ലേ വിളിച്ചത്? അല്ല, ദേവി എന്നെ. അതിനെ ചൊല്ലി ഒരു തർക്കം വേണ്ട. പ്രതികള് ഇവിടെ ഹാജരുണ്ട്. അച്ഛന്റെയും ടീച്ചറുടെയും പേര് പറഞ്ഞ് നിങ്ങളെ വിളിച്ചത് ഞങ്ങളാ. ഞങ്ങൾ ചെയ്തത് ഓർക്കാൻ പറ്റാത്ത പാപമാണ്, തെറ്റാണ്, സമ്മതിക്കുന്നു. പക്ഷെ അതുകൊണ്ട് നിങ്ങളിപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ആരും കാണാതെ സൂക്ഷിക്കുന്ന സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾ അറിഞ്ഞു. ഇനി ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, നിങ്ങളുടെ സ്നേഹം അത് സത്യമാണ്. ഇനിയെങ്കിലും നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങൾ ഒന്നിക്കണം. അഞ്ജു, നീ വരുന്നുണ്ടോ? ടീച്ചർ, ഇനിയും സത്യത്തിൽ നിന്ന് ഒളിച്ചോടരുത്. ആകാമായിരുന്നിട്ടും ടീച്ചർ എന്താ മറ്റൊരാളെ ഇതുവരെയും സ്വന്തം ജീവിതത്തിൽ ക്ഷണിക്കാതിരുന്നത്? ടീച്ചറുടെ ആത്മാവിൽ അന്നും ഇന്നും ജീവിത പങ്കാളിയുടെ സ്ഥാനത്ത് ഒരാളേ ഉള്ളൂ, ഒരാൾ മാത്രം, എന്റെ അച്ഛൻ. അല്ലെങ്കിൽ ദാ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും ടീച്ചർ എന്റെ അച്ഛനെ ശപിച്ചിരിക്കണം. ടീച്ചർക്ക് പറയാൻ പറ്റുമോ എന്റെ അച്ഛനെ ശപിച്ചിട്ടുണ്ടെന്ന്, വെറുത്തുണ്ടെന്ന്? പറയാൻ പറ്റില്ല ടീച്ചർ, പറയാൻ പറ്റില്ല. എനിക്കതറിയാം. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? അച്ഛൻ മിണ്ടരുത്. ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛന്റെ മനസ്സ്. ജീവിതത്തിൽ ഈ നിമിഷം വരെ എനിക്കൊരു പരാതിയില്ല അച്ഛനോട്. ഞാൻ മോഹിച്ചതെല്ലാം മോഹിക്കും മുമ്പ് അച്ഛൻ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഒന്നു മാത്രം അച്ഛൻ എനിക്ക് തന്നിട്ടില്ല, ഒരമ്മേ. ഒരായുസ് മുഴുവൻ അച്ഛനു വേണ്ടി കാത്തിരുന്ന ഈ പാവം സ്ത്രീയെ ഞാൻ നമ്മുടെ ജീവിതത്തിൽ ക്ഷണിക്കുക.
എന്റെ സ്വന്തം അമ്മയായിട്ട്. അച്ഛനതിനെതിരെ നിൽക്കൂ? ടീച്ചർ ഒരിക്കൽ കളിയായിട്ട് അഞ്ജന എന്നോട് പറഞ്ഞു, ഈ അമ്മ അങ്ങ് എടുത്തോളാൻ. ഞാൻ എടുക്കാണ്. ഇനി എന്നോട് നോ എന്ന് പറയരുത് പ്ലീസ്. ടീച്ചർ, അഞ്ജന, എനിക്കൊരു മറുപടി തന്നിട്ട് പോകാൻ പറയും ടീച്ചറോട്. പവി, നീ എന്തിനാ ഇങ്ങനെ ആളുകളെ വിഷമിപ്പിക്കുന്നത്? ചെല്ല്, അവരെ വീട്ടിൽ കൊണ്ടുനാക്ക്. ചെല്ല്, ചെല്ല് മോനെ. ടീച്ചർ, ഒന്നും പറയാതെ ടീച്ചർ പോകുന്നത് എനിക്കറിയാം. ടീച്ചർ എൻ്റെ അച്ഛനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്ത് തെറ്റാ അച്ഛൻ ടീച്ചറോട് ചെയ്തത്? ടീച്ചറിന്റെ വീട്ടുകാരെ തല്ലി ചായച്ച കായലിൽ കൊണ്ടിട്ടിട്ട് മരിക്കാതിരുന്നതോ? അതോ അവര് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിന് ടീച്ചർ നിന്നു കൊടുക്കുന്ന ഗതികേട് കാണാൻ കരുത്തിലത് നാട് വിട്ടതോ? വലിയ അനുഭവജ്ഞാനം ലോകപരിചയമൊന്നുമില്ലെങ്കിലും ഒന്നെനിക്കറിയാം, ഇതൊക്കെ ആരൊക്കെയോ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങളാ ടീച്ചറെ. അല്ലെങ്കിൽ പിന്നെ ടീച്ചർ അന്നാ കല്യാണത്തിന് എന്താ വഴങ്ങാതിരുന്നത്? അമ്മ മരിച്ചപ്പോ അച്ഛൻ എന്തിനാ 2 കുരുന്നുകൾ കൊണ്ട് ഇവിടെ തന്നെ വന്ന് സെറ്റിൽ ചെയ്തത്? എന്തിനാ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയത്? ഇതിന് മാത്രം ടീച്ചർ ഉത്തരം പറഞ്ഞാൽ മതി. പോയിക്കോളൂ, ഞാൻ ടീച്ചറെ തൊട്ട് ചെല്ലട്ടെ. ഞാൻ വിളിക്കാം. ഹലോ. എനിക്ക് പവിയെ ഉടനെ ഒന്ന് നേരിട്ട് കാണണം. എന്താ കാര്യം? ഇന്നലെ ടീച്ചർ തീരെ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. രാത്രി മുഴുവൻ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. രാവിലെ ടീച്ചറാ എന്നെ വിളിച്ചുണർത്തിയത്. എന്നിട്ട് എല്ലാം ഞാൻ നേരിട്ട് പറയാം. എനിക്കറിയായിരുന്നു ടീച്ചർ എന്തെങ്കിലും ഇതിന് സമ്മതിക്കുമെന്ന് എനിക്കറിയായിരുന്നു. സ്നേഹം സത്യമാണെങ്കിൽ കാലത്തിനും വിധിക്കും ഒന്നും സ്നേഹിക്കുന്നവരെ തോൽപ്പിക്കാനാവില്ല അഞ്ജന. എന്തായാലും ഞാൻ അച്ഛനോടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ. പവി, കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോളൂ. അച്ഛനു വേണ്ടി ഇത്രയേറെ സ്നേഹം സൂക്ഷിച്ചു വെച്ച അച്ഛൻ്റെ ഈ മകനെ ഇപ്പോ എനിക്ക് ശരിക്കും ഇഷ്ടമാണെന്ന്, എനിക്കും ആ സ്നേഹത്തിന്റെ ഒരു പങ്ക് വേണമെന്ന്. അതെ പവി, എനിക്കിനി തന്നെ നഷ്ടപ്പെടാൻ വയ്യ. ഐ ഡോണ്ട് വാണ്ട് ടു മിസ് യു. എങ്ങോട്ടാണ് നീ പോയത്? എങ്ങോട്ടായാലും അത് പറഞ്ഞിട്ടായിക്കൂടെ മനുഷ്യനെ തീ തെറ്റിക്കാൻ? ഒന്ന് വിളിക്കാന്ന് വെച്ചാൽ നിന്റെ ഫോൺ ഇവിടെ. എടാ പവി, നിന്നോടാ ചോദിച്ചത്. കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ. ഓ എടാ ആദ്യം ഒന്ന് കഴിക്കേ, എന്നിട്ടാണ് ഡാൻസ് പാട്ടും. എന്തൊരു മണ്ടത്തര അച്ഛ എഴുതി വെച്ചിരിക്കുന്നത്. കാറ്റിന് പോയി അനുരാഗം പറയാൻ പറ്റുമോ? ഇത്തരം കവിത എഴുതുന്നവർക്ക് വെറുതെ ഇങ്ങനെ സ്വപ്നം കാണാൻ പറ്റും. കാര്യം നടക്കണമെങ്കിൽ പവി വേണം, പവി. എന്ത് കാര്യം? അങ്ങനെ കഥയുടെ അവസാനം
നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം കഥാനായകനായ കിച്ചുവട്ടനും കിച്ചുവണ്ട് ദേവിയും ഒന്നിക്കുന്നു. സിമ്പിൾ. എന്തൊക്കെയാ നീ പറയുന്നേ? ഇതൊക്കെ നീ വിചാരിക്കുന്ന പോലെ പിള്ളേരുകളിയല്ല. ഇത് പിള്ളേരുകളി തന്നെയാ. പണ്ടൊക്കെ കാരണവന്മാര് തീരുമാനിക്കും, പിള്ളേരനുസരിക്കും. കാലം മാറി മോനെ അച്ഛാ. ഇപ്പൊ പിള്ളേര് തീരുമാനിക്കും, കാരണവന്മാരനുസരിച്ചോളണം. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. കേട്ടിട്ടില്ലേ? പിള്ളേര് ചൊല്ലും പുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അറിയാമല്ലെങ്കിൽ കേട്ടു പഠിക്കണ്ടേ? അല്ല ഞാൻ തന്നെ പറഞ്ഞു തരണോ? അച്ഛാ 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 ആ അഞ്ജന ഉണ്ടല്ലോ, ആ കൊച്ചു പറയണേ അച്ഛനോടൊരു കാര്യം പറയണോന്ന്. എന്താന്ന് പറയട്ടെ? ആ കൊച്ചിന് ഷെയർ വേണോന്ന്. കൊടുക്കണോ അച്ഛാ? എന്തോന്ന് ഷെയർ? അതെ, ഞാൻ അച്ഛന് ഒരുപാട് സ്നേഹം തരുന്നില്ലേ, അതിന്റെ നല്ലൊരു പങ്ക് അവക്ക് കൊടുക്കണോന്ന്. ഞാൻ പറഞ്ഞ അച്ഛനോട് ചോദിക്കാണ്ട് പറ്റൂല, ചോദിക്കാണ്ട് ചെയ്ത എന്നെ തല്ലിടിക്കും മാന്തൂന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ എന്താ പറയേണ്ടത് അച്ഛാ? കൊടുക്കടാ, മുഴുവൻ കൊടുക്ക്, വാരി കോരി കൊടുക്ക്. വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടലിനെ പറ്റി, അതിന്റെ വേദനയെപ്പറ്റി ധാരാളം സംസാരിക്കാറുള്ള ആളാണ് ഞാൻ. പക്ഷേ നമ്മുടെ അച്ഛൻ്റെ ആ അവസ്ഥ ഞാൻ തിരിച്ചറിഞ്ഞില്ല. നിനക്കത് സാധിച്ചല്ലോ, എനിക്കതിൽ സന്തോഷമുണ്ട്. അച്ഛന് വേണ്ടി നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും അത്. ഇനി അങ്ങോട്ടുള്ള എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. ചേട്ടാ, ഹലോ. പവൻ കെ മേനൻ, പ്ലീസ് കം. ഞാൻ ഗോകുൽദാസ്, ഇവളുടെ ഡാഡി. സിംഗപ്പൂരിൽ ഒരു ബിസിനസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ എത്തിയതായിരുന്നു. അഞ്ജുനെ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരണം നമുക്കൊരേ നിർബന്ധം. കാര്യം ഒട്ട് പറയുന്നുമില്ല. ഇവിടെ എത്തുന്നവരെ ഐ വാസ് ടോട്ടലി ഇൻ ഡാർക്ക്നെസ്. മിസ്റ്റർ പവനാണ് ഇതിനെല്ലാം കാരണമെന്ന് ഇപ്പം ഞാൻ അറിഞ്ഞു. ടു ബി വെരി ഫ്രാങ്ക്, ഐ ആം ഇംപ്രസ്ഡ്. യു ആർ വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ സെറ്റിൽഡ്. നേരിൽ കണ്ടപ്പോൾ ഐ ആം മോർ ഇംപ്രസ്ഡ്. യു ആർ ഹാൻസം ടു. എന്റെ മകളോട് നോ എന്ന് പറയാനുള്ള ഒരു കാരണവും ഞാൻ കാണുന്നില്ല. യു ആർ സോ സ്വീറ്റ് ഡാഡി. മതി മതി സോപ്പ്. പിന്നെ എനിക്കൊരു കണ്ടീഷനുണ്ട്. കല്യാണം അഞ്ജുവിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് മാത്രം. 1 വർഷം അത്രയുള്ളൂ കാത്തിരിക്കാൻ. അത് 2 പേരും കാത്തിരുന്നേ പറ്റൂ. എഗ്രീഡ്? ഞാൻ അച്ഛനോട് വന്ന് മീറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, ദാറ്റ്സ് നൈസ്. അത് വേണം. പക്ഷെ ഞാൻ ഇന്ന് ഈവനിങ് ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോവാണ്. പിന്നെ ഫ്രൈഡേ നേരെ എയർപോർട്ട് വന്ന് ഇവളെയും പിക്കപ്പ് ചെയ്ത് പോവുകയുള്ളൂ. അച്ഛനെ കാണാൻ ഒഫീഷ്യലായിട്ട് ഞാൻ ഇവളുടെ മമ്മിയും കൂട്ടി വരുന്നുണ്ട്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഓക്കേ, ലെറ്റ്സ് ഗോ. ഞങ്ങൾ ആണുങ്ങൾ ഇത്തിരി സംസാരിക്കട്ടെ. വി ജസ്റ്റ് വാണ്ട് ടു നോ ഈച്ച് അതർ. കം.